കൈക്കൂലി വാങ്ങി പിടിക്കപ്പെട്ടാൽ സർക്കാർ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാത്തത് എന്തുകൊണ്ടാണ്? ഈ കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ പിടിച്ചാൽ എന്തു ചെയ്യും? ഇവർ പിടിക്കപ്പെട്ടാൽ വല്ല കാര്യവുമുണ്ടോ? ഇപ്പോഴത്തെ നിയമപ്രകാരം കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ടാൽ ഈ പിടിക്കപ്പെട്ട ആൾക്ക് ആദ്യം സസ്പെൻഡ് ചെയ്യും. ഇങ്ങനെ സസ്പെൻഷൻ കിട്ടിയ ആൾക്ക് സാലറി കിട്ടുമോ? കിട്ടും. കേരള പേയ്മെന്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലൗവൻസ് ആക്ട് 1972 ആക്ട് പ്രകാരം ഒരാൾ സസ്പെൻഷനിലായാൽ അയാൾക്ക് സാലറിയുടെ പകുതി കിട്ടും. സസ്പെൻഷന്റെ കാലാവധി 3 മാസത്തിൽ കൂടുതലാണെങ്കിൽ സാലറിയുടെ 75% ലഭിക്കും. സസ്പെൻഷന്റെ കാലാവധി 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ 1 കൊല്ലത്തിൽ കൂടുതലാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരുന്ന് സുഖമായി സാലറി മേടിക്കാം. സസ്പെൻഷൻ കാലാവധിയിൽ തന്നെ അയാൾക്ക് എഗെയിൻസ്റ്റ് ആയി ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയും അതുപോലെ തന്നെ കോടതിയിൽ കേസും ഫയൽ ചെയ്യും. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ എൻക്വയറിയും കേസും വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോയി കേസും നടക്കുമ്പോൾ തന്നെ ഈ ഉദ്യോഗസ്ഥനെ ടെമ്പററി ആയി തിരിച്ചെടുത്ത് സർവീസിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2016 മുതൽ 2025 വരെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 185ഓളം പേരെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതിൽ 85 പേർക്ക് മാത്രമേ നടപടി ഉണ്ടായുള്ളൂ. ഇതിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് വെറും 4 പേരെ മാത്രം.